ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ സ്നേഹിതരെ, നമ്മുടെ കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളിനെ ലക്ഷ്യമാക്കിയുള്ള എൽദോ നോമ്പ് 25 ദിനങ്ങൾ നമ്മളെല്ലാവരും ഭക്തി ആദരവോടുകൂടി കൊണ്ടാടുകയാണല്ലോ. കർത്താവിൻ്റെ ജനനം എന്നുള്ളത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ആണ്. കർത്താവിൻ്റെ ജനനം അതിൽ യഹൂദനോ യവനോ എന്നില്ല, ദാസനോ സ്വതന്ത്രനോ എന്നില്ല, ആണോ പെണ്ണോ എന്ന് വ്യത്യാസമില്ലാതെ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ് നമ്മുടെ കർത്താവിൻ്റെ ബേത്ലഹേമിലെ ജനനം എന്നുള്ളത്. കർത്താവിൻ്റെ ജനനം വിദ്വാൻമാര് ഒരു നക്ഷത്രം കണ്ടിട്ടാണ്, അവർക്ക് അടയാളമായി ഒരു നക്ഷത്രമാണ് കാണുന്നത്. ആ നക്ഷത്രത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അവർ ബേത്ലഹേമിലേക്ക് യാത്ര തിരിക്കുന്നത്. അവിടെ ചെന്ന് വിദ്വാൻമാർ പൊന്ന് മൂര് കുന്തിരിക്കും അവിടുന്ന് യേശുക്കുഞ്ഞിന് കാഴ്ചയായി സമർപ്പിച്ചിട്ട് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, അവർ വേറെ വഴിയായി, ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി മടങ്ങിപ്പോയി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഈ നോമ്പിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീരണം. ക്രിസ്തു 1000 പ്രാവശ്യം പുൽക്കൂട്ടിൽ ജനിച്ചാലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്നില്ലെങ്കിൽ ഈ ക്രിസ്തുമസ് നമുക്കെല്ലാവർക്കും നിരർത്ഥകമാണ്. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ക്രിസ്തു ജനിക്കുവാൻ ഉള്ള ഇടം നമുക്ക് കൊടുക്കുവാൻ, നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഈ നോമ്പ് നമുക്ക് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.